ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തിരക്കഥയും നാടകരചനയും സംയോജിപ്പിച്ചുകൊണ്ട് 6 മാസ ദൈർഘ്യമുള്ള വാരാന്ത്യ ക്ലാസുകളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ ജോഡിയും വയല ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ ഡോക്ടർ ശ്രീജിത്ത് രമണനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. വയല കൾച്ചറൽ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം ഇടതടവില്ലാതെ, പ്രത്യേകിച്ചും കോവിഡ് കാലം ഒഴികെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്, ഒട്ടനവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒട്ടനവധി വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്, കുട്ടികളുടെ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട്, ഒട്ടനവധി ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും മീനിങ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഈ ദീർഘകാലത്തെ ഒരു ജേർണിയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ വയലാ സാറിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ ഒന്ന് ആയിരിക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോഴ്സ് എന്ന് ഞങ്ങൾ പ്രത്യേകിച്ചും വയലാ സാറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് നന്നായിട്ട് അറിയാം. കാരണം നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വയലാ സാറിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഗ്രാമർ എന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ സാറ് കാണിച്ചിട്ടുള്ള ആവേശം ഈ പറയുന്ന കണക്ക് അതിൻ്റെ ഒരു വലിയ റിസൾട്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി ശിഷ്യന്മാരിലൂടെ ഈ നാടകലോകത്ത് വലിയ വലിയ വർക്കുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ ഒരു പ്രസക്തി വളരെ കാലം മുമ്പേ തിരിച്ചറിഞ്ഞിട്ട് സാറ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇന്ന് വത്സല ടീച്ചറിലൂടെ ഈ സ്ഥാപനത്തിലൂടെ നമ്മൾ സാധ്യമാക്കിയെടുക്കുകയാണ്. അതിൻ്റെ ഒരു അഭിമാന നിമിഷം കൂടിയാണ്, പ്രത്യേകിച്ചും ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ച്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അറിയാം, ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ വളരെ സുപരിചിതരായിട്ടുള്ള ആളുകളാണ്. ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്രസക്തി ഒരുപക്ഷെ ടീച്ചറാണ് ഇത് വളരെ ഈ ആവേശപൂർവ്വം ഇത്തരമൊരു കോഴ്സ് നമുക്ക് നടത്തണമെന്നൊരാശയം മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയിൽ പറയാനുള്ള 1-2 കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു 10-13 വർഷമായിട്ട് സജീവമായിട്ട് മലയാള നാടകവേദിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ സംഗീത നാടക അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട് പുറത്തുള്ള ഒട്ടനവധി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും കേരള സോഷ്യൽ സെൻറ്റർ അബുദാബി, അതോടൊപ്പം തന്നെ ഇവിടെ വയല കൾച്ചറൽ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നടത്തുന്ന ഒരു നാടകരചനയ്ക്കുള്ള ഒരു സാകേതം അവാർഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ജൂറി മെമ്പറായിട്ട് പലതവണ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പം ആ സമയത്ത് മിക്കവാറും ഈ പറയുന്ന കണക്ക് ഒരു വർഷം ഒരു 100-150ഓളം സ്ക്രിപ്റ്റുകൾ ഇന്ത്യയിലും ഈ പറയുന്ന കണക്ക് വിദേശത്തുമുള്ള ഈ പറയുന്ന മലയാളികൾ എഴുതപ്പെട്ടിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വായിക്കേണ്ട ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു വസ്തുത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു 10-70 സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു അനന്തരഫലമെന്ന് പറയുന്നത് വളരെ നിരാശാജനകമായിരുന്നു. കാരണം നമുക്ക് ഈ പറയുന്ന കണക്ക് അതിൽ നിന്ന് ഈ 60 എണ്ണത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ പറ്റുന്നത് പലപ്പോഴും 2-3 സ്ക്രിപ്റ്റാണ്. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ഈ പറയുന്ന കണക്ക് നാടക രചനയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ഈ പറയുന്ന കണക്ക് രചനയുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അപജയം. അതിലേക്ക് അല്പം മുമ്പ് ശംസാറൊക്കെ സംസാരിച്ച സമയത്ത് പറഞ്ഞ പ്രതിഭാശാലികളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ പ്രത്യേകിച്ചും ഇത്തരം ഒരു എഴുത്ത് രംഗത്ത് നിന്ന്, പ്രത്യേകിച്ചും നാടകത്തിൻ്റെ ഒരു എഴുത്ത് രംഗത്ത് നിന്നും പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെ കാലോചിതമായി പുതുക്കി പണിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആവശ്യമാണ്, അന്വേഷണം ആവശ്യമാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം ഒരു ശില്പശാലയ്ക്ക് വയല കൾച്ചറൽ സെൻറ്റർ നേതൃത്വം നൽകുന്നത്. തീർച്ചയായിട്ടും വരും കാലത്ത് ഇതിൻ്റെ ഒരു ഫലം മലയാള നാടകവേദിയിലും സിനിമാ രംഗത്തും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്നെ ഏൽപ്പിച്ച ചുമതലയിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മളോട് വളരെ സ്നേഹപൂർവ്വം സമ്മതിച്ചിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ കൂടിയായിട്ടുള്ള ശ്യാം സാറാണ്. സാറ് ഇതിന് വരുന്നു എന്നുള്ളതിന് വേറെ ചില പ്രസക്തികളും കൂടെ ഉണ്ട്. ഒന്ന്, നാടകം മാത്രമല്ല, സിനിമ മാത്രമല്ല, ടെലിവിഷൻ, അങ്ങനെ തുടങ്ങി വിവിധ ഫോർമാറ്റുകളിൽ നമുക്കറിയാം
ഒരുപക്ഷെ നമ്മുടെ ഒരു കാഴ്ചാ സംസ്കാരത്തിന് പുതിയൊരു തലം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വലിയ മഹത് വ്യക്തിത്വമാണ് ശ്യാം സാർ. വ്യക്തിപരമായിട്ടൊക്കെ വളരെ അടുത്ത് നിന്ന് ഈ പറയുന്ന കണക്ക് അമൃത ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ആ സമയത്തൊക്കെ ഒരു ടെലിവിഷൻ്റെ ഒരു ഗ്രാമർ, ഒരു പുതിയ കാഴ്ച സംസ്കാരം മലയാളിക്ക് രൂപപ്പെടുത്തുന്നതിൽ ശ്യാം സാറിൻ്റെ പങ്കെന്ന് പറയുന്നത് നമുക്ക് വിവരിക്കുന്നതിനപ്പുറത്തേക്കാണ്. ഒട്ടനവധി ആളുകൾ ഈ പറയുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അല്ലെങ്കിൽ നേരെയും മറഞ്ഞു നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി ഈ പറയുന്ന കണക്ക് ടെലിവിഷൻ രംഗത്താവട്ടെ, അല്ലെങ്കിൽ സിനിമയിലാകട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നാടകത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് വിട്ടുമാറേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പാഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. വളരെ സ്നേഹപൂർവ്വം വയലാ കൾച്ചറൽ സെൻറ്ററിൻ്റെ പേരിൽ, നമ്മളുടെ ഓരോരുത്തരുടെയും പേരിൽ, വ്യക്തിപരമായ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും തൃശ്ശൂരുള്ള എല്ലാവരെ സംബന്ധിച്ചും പരിചിത മുഖമാണ് ഷൺമുഖദാസ് സാറ്. എപ്പോഴും എല്ലാ വേദികളും സാറിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന കണക്ക് സിനിമയെ സംബന്ധിച്ച് ഈ പറയുന്ന സഞ്ചരിക്കുന്ന ഒരു സർവ്വവിജ്ഞാന കോശമായിട്ടാണ് സാറിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സാറ് ഇതിൻ്റെ കോഴ്സ് ഡയറക്ടർ ആവുന്നു എന്ന് പറയുന്നതിന് വേറെ ഒട്ടനവധി മാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ കോഴ്സിൻ്റെ ഒരു വ്യാപ്തി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഉത്തമ വ്യക്തിത്വമാണ് സത്യത്തിൽ ഈ കോഴ്സ് ഡയറക്ടറായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാറിനെപ്പോലുള്ള ആളുകളുടെ സാന്നിധ്യം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ സ്നേഹപൂർവ്വം സാറിനെയും ഇതിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ഈ കോഴ്സിൻ്റെ ഒരു സമീപനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ കോഴ്സിൻ്റെ ഒരു തുടർച്ചയിൽ നമ്മളോടൊപ്പം ഒരു കൂട്ടാളിയായി ചേർന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ചേർന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഡോക്ടർ അഭിലാഷ് പിള്ള ആണ്. ഇപ്പോൾ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറായിട്ട് വളരെ റീസെൻ്റ്ലി ചാർജ് എടുത്തിട്ടുള്ള അഭിലാഷ് പിള്ളയെ ഈ പറയുന്ന കണക്ക് ഏറ്റവും നൂതനമായ ഈ രംഗത്ത് ലോക നാടകവേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വരെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും അനുഭവിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു ഉന്നത വ്യക്തിത്വമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്, ഈ കോഴ്സ് നടക്കുന്ന സമയത്ത് തന്നെ സത്യത്തിൽ അഭിലാഷ് പിള്ള ഇവിടെ വന്ന് ജോയിൻ ചെയ്തു എന്നുള്ളത് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. വരും കാലത്ത് ഇത്തരത്തിലൊക്കെയുള്ള വ്യക്തിത്വങ്ങളുടെയൊക്കെ സജീവ സാന്നിധ്യം മലയാള നാടകവേദിയെ, സിനിമയൊക്കെ തന്നെ പുതുക്കി പണിയുന്നതിൽ വലിയ പങ്ക് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം മുഹൂർത്തങ്ങളൊക്കെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന മുഹൂർത്തങ്ങളായി തന്നെ മാറും എന്ന് സംശയമില്ല. ഞാൻ സ്നേഹപൂർവ്വം ഡോക്ടർ അഭിലാഷ് പിള്ളയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പരിചയപ്പെടുത്തേണ്ടത് കോഴ്സ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ എം പ്രദീപനാണ്. പ്രദീപൻ ഈ പറയുന്ന കണക്ക് തുടക്ക സമയം തൊട്ട് തന്നെ ഈ കോഴ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാരണം ഒട്ടേറെ പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും ഇത്തരം കോഴ്സുകൾ മറ്റ് പല കോഴ്സുകൾ ഇപ്പം കേരളത്തിൽ ഒരുപക്ഷെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനബാഹുല്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കോഴ്സ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് വെറുതെ ആക്ടിങ് എന്നൊരു പദം ഇട്ടാൽ മതി, ഇവിടെ ഈ പറയുന്ന കണക്ക് ജനപ്രളയമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഏറ്റെടുക്കാൻ അത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ അടിത്തറയിലൊരു വലിയ മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പം അതിന് ക്ഷമാപൂർവ്വം ഇതിൻ്റെ ഓരോ സംഗതികളിലും ശ്രദ്ധാപൂർവം നിന്നുകൊണ്ട് തുടക്കം മുതൽ ഈ കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കോഴ്സ് കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രിയ സുഹൃത്ത് ഡോക്ടർ എം പ്രദീപനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ മഞ്ജു സിയാണ്. മഞ്ജുവിനെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം വയലാ സാറിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വത്സല ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെയൊക്കെ തന്നെ ഊർജ്ജവും കരുത്തും തീർച്ചയായിട്ടും ടീച്ചറാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. സ്നേഹപൂർവ്വം ടീച്ചറെയും സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഇത്തരം കോഴ്സിനെ സംബന്ധിച്ച് പൊതുവേ ഒരു താല്പര്യക്കുറവ് പല മേഖലകളിൽ നിന്നും ഉണ്ട്. ഒട്ടനവധി ആളുകളുടെ എൻക്വയറി ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിനൊരു ചെറിയ ഫീസ് വെച്ചപ്പോൾ തന്നെ ഒട്ടനവധി ആളുകൾ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഫീസ് ഒരു അനിവാര്യതയാണ്. നിങ്ങൾക്കറിയാം, ഒരു 6 മാസം ഈ കോഴ്സ് നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല, ഈ വാങ്ങിച്ച ഫീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ഈ കോഴ്സ് നടക്കപ്പെടാനും പോകുന്നത്. കാരണം അതൊരു വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ്. പക്ഷേ അത്തരമൊരു തുക ഉൾപ്പെടുത്തേണ്ടത് ഈ കോഴ്സിൻ്റെ ഒരു ഗൗരവത്തെ നിർണ്ണയിക്കുന്നതിന് അത് ഭയങ്കര പ്രധാന പങ്ക് വഹിക്കും. നമ്മൾ അത് വെറുതെ കൊടുക്കുന്നതും അതിനേക്കാൾ ഉപരി അതിനൊരു വാല്യൂ നിർണ്ണയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മളൊരു കോഴ്സ് ഫീ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു കോഴ്സ് ഫീ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ പ്രയോജനപ്പെടുത്താൻ എത്തിപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. വളരെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് അവരൊരു കുറച്ച് സമയം മാറ്റിവെച്ച് ഈ എഴുത്തിൻ്റെ രംഗത്തേക്ക് സജീവമായി പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമായിട്ടാണ് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ അംഗത്തെയും വയല കൾച്ചറൽ സെൻറ്ററിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സെൻറ്ററിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ കാലത്തും വലിയ സഹകരണം നൽകിയിട്ടുള്ള വയല സാറിൻ്റെ പരിചയവൃന്ദത്തിലുള്ള അല്ലെങ്കിൽ വയല കൾച്ചറൽ സെൻറ്ററിൻ്റെ പരിപാടികൾ നിരന്തര സാന്നിധ്യമായിട്ടുള്ള ഒട്ടേറെ പരിചിത മുഖങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗണേശനെ പോലുള്ള ഒട്ടേറെ മലയാള നാടകവേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ദൃശ്യമാധ്യമ പ്രവർത്തകനും പ്രമുഖ ചലച്ചിത്ര സംവിധായകനുമായ ശ്യാംപ്രസാദ് സാർ ഈ ധന്യമുഹൂർത്തത്തിൽ സന്നിഹിതരായതിൽ ഞങ്ങൾ അത്യധികം സന്തോഷിക്കുന്നു. നിരവധി തവണ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹനായ സ്കൂൾ ഓഫ് ഡ്രാമ പൂർവ്വ വിദ്യാർത്ഥി കൂടിയ ശ്രീ ശ്യാമപ്രസാദ് സാറിനെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സ് ഉദ്ഘാടനം ചെയ്യുവാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വയലാ സാർ എന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണെന്ന് സ്വയം കരുതുന്ന ഒരാളാണ് ഞാൻ. വയലാ സാർ ആദ്യം കാണുമ്പോൾ ശങ്കരപ്പിള്ള സാറിൻ്റെ ശിഷ്യനായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. ശങ്കരപ്പിള്ള സാറിൻ്റെ ശിഷ്യൻ എന്ന് വെച്ചാൽ അന്ന് തന്നെ കോളേജ് പ്രൊഫസറൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഒരു കുട്ടിയെപ്പോലുള്ളൊരു വിദ്യാർത്ഥി എന്ന് പറയാവുന്നതാണ്. ഒരു സമ്മർ ക്യാമ്പ്, തിയേറ്ററിൻ്റെ ഒരു സമ്മർ ക്യാമ്പ് നടത്തുമ്പോൾ എനിക്ക് 1978 മറ്റാണെന്ന് തോന്നുന്നു. അന്ന് വയലാ സാറ് ഒരു സ്റ്റുഡൻ്റായിട്ട് അതിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കുന്നു. അദ്ദേഹം ഒരു സാറാണെന്ന് അറിവുള്ളത് കൊണ്ടും എഴുത്തുകാരനാണെന്ന് അറിവുള്ളത് കൊണ്ടും അന്ന് തുടക്കക്കാരനായിട്ടുള്ളൊരു നാടക വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചും 2 തട്ടിലുള്ള നാടക അധ്യാപകരായിരുന്നു. വയലാ സാറും ശങ്കരപ്പിള്ള സാറും. ശങ്കരപ്പിള്ള സാറുടെ കാലശേഷമാണ് വയലാ സാറ് ഡ്രാമ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഡ്രാമ സ്കൂൾ വിട്ടു. പക്ഷേ നിരന്തരം അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങൾ, ഡ്രാമ സ്കൂളിൻ്റെ നാടക പ്രവർത്തനങ്ങളിൽ വയലാ സാറ് വളരെ സജീവ സാന്നിധ്യമായിരുന്നു. തൃശ്ശൂരിലുള്ള പരിപാടികളിൽ മാത്രമല്ല, നാടക സ്കൂളിൻ്റെ പ്രൊഡക്ഷൻ എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെയെല്ലാം വയലാ സാറിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വർക്ക്ഷോപ്പുകൾ നടക്കുന്നത്. പിന്നീട് കൾട്ട് എന്നുള്ള സ്കൂൾ ഓഫ് ഡ്രാമയുടെ റെപ്പർട്ടറി തിയേറ്ററിൻ്റെ പ്രൊഡക്ഷൻസ് അത് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടാളിയായിട്ട് അങ്ങനെ ഒരു മുഴുനീള സജീവ നാടക കുതുകിയും പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അതിലപ്പുറം വൈയക്തികമായിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഉയർന്ന ധാർമ്മിക മൂല്യം അദ്ദേഹത്തിൻ്റെ ഏത് കർമ്മങ്ങളിലും ഉടനീളം കാണാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് രചനയുടെ കാര്യത്തിൽ മാത്രമല്ല, ആ ഒരു ഗാന്ധിയൻ സങ്കല്പം സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ കൊണ്ടു നടക്കുന്നതിൽ അത്രയേറെ ഒരു നിഷ്ഠ കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും യുവ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഒരുപക്ഷെ ഒരു തമാശ തോന്നുന്ന പോലെ അത്രയും നിഷ്ഠയോടുകൂടി അദ്ദേഹം നോക്കിലും വാക്കിലും വേഷത്തിലുമൊക്കെ അത് പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളിലും ആ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉയർന്ന മൂല്യം കാണാനാവുന്നതാണ്. അതുപോലെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം, സൗമ്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതെല്ലാം കൊണ്ടും വളരെ മനസ്സിലേറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് വയലാ സാറെ ഞങ്ങൾക്ക് കാണാനാവും.
അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഇവിടെ ഇതുപോലൊരു ഒരു കൃത്യമായ രീതിയിൽ ഇത്രയും നല്ല ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനം നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ വിചാരിച്ചത് ഒരു ഫോറം ഫോർ ഡിസ്കഷൻസ് ഫോർ തിയേറ്റർ എന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂവെങ്കിൽ ഇവിടെ ഒരു നല്ല ഒരു ലൈബ്രറി, അതുപോലുള്ള നാടകാവതരണത്തിനും മറ്റ് ചർച്ചകൾക്കുമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു വളരെ ആരോഗ്യകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെന്ന് അറിയുന്നതിലും വളരെ സന്തോഷം. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരു നന്ദി എല്ലാവരെയും ഇതിൻ്റെ സംഘാടകരെ അറിയിക്കുകയാണ്, പ്രദീപിനെയും വത്സല ടീച്ചറെയൊക്കെ. ഈ പ്രസ്ഥാനത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നതോടുകൂടി ഞാൻ വാക്ക് തരുന്നു ഈ അവസരത്തിൽ. നാടക പ്രവർത്തകരുടെ ഇടയിലുള്ളൊരു പരിപാടിയിൽ നിൽക്കുമ്പോഴും അതുപോലെ സിനിമ മാധ്യമത്തെക്കുറിച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത് ഒരു ഇമ്പോസ്റ്റർക്ക് തോന്നാവുന്നൊരു ഫീലിംഗാണത്. നാടകപ്രവർത്തകനായിട്ട് ഉള്ളൊരു വ്യക്തിത്വം കാണിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകനാണോ, അതോ സിനിമാ പ്രവർത്തകനായിട്ടുള്ള ഒരു ഓറയിൽ നിൽക്കുന്ന നാടക പ്രവർത്തകനാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ചില ആശങ്കകളോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരു നാടകത്തെ അക്കാഡമിക്കായി സമീപിക്കുന്ന ഒരു രീതി, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും അതിൻ്റെ ഏറ്റവും കോണ്ടംപററി ആയിട്ടുള്ള ചലനങ്ങളെ സജീവമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഏറെക്കുറെ 80-90 അത് ഇല്ലാതായിരിക്കും എൻ്റെ ഭാഗത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നവരുടെ അനുഭവങ്ങളിൽ നിന്നും അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനാണ്. ഫിലിം റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സ്ക്രീൻ റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കോഴ്സാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 മാസത്തേക്കുള്ള. അപ്പം ഈ കലാപഠന, പ്രത്യേകിച്ച് സിനിമ അല്ലെങ്കിൽ നാടകം പോലുള്ള മേഖലയിൽ നിൽക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വാസ്തവത്തിലൊരു വലിയ ആശയക്കുഴപ്പം പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഫിലിം സ്കൂളുകൾ നമുക്കുണ്ടായിട്ടുണ്ട്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ. അതിൽ നിന്നൊന്നും ബന്ധമില്ലാത്ത ഒരു തലമുറയാണ്, അത്തരത്തിലുള്ള അക്കാഡമിക്കായിട്ടുള്ള യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു തലമുറയാണ് ഇന്ന് മലയാളത്തിൽ സജീവമായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിലിം സ്കൂളിൻ്റെ സിലബസോ അതിൻ്റെ ഒരു പദ്ധതിയോ അല്ലെങ്കിൽ രീതികളോ ഒന്നും പിന്തുടരാത്ത കുറേ തുറന്ന മനസ്സുകൾ സിനിമയെ എങ്ങനെയാണോ ഒരു എഴുത്തുകാരൻ പേനയും പേപ്പറും എടുത്ത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക്സ് ടു ഡിജിറ്റൽ ടെക്നോളജി, ഒരു വീഡിയോ ക്യാമറയുള്ള ഒരു മൊബൈൽ ഫോണുള്ള ഏതൊരാളും ഒരു ഫിലിം മേക്കറാണിന്ന്. അങ്ങനൊരു കാലഘട്ടത്തിൽ എക്സ്പ്രഷൻസ് വളരെ വളരെ വിപുലമായ രീതിയിൽ, വളരെ നൈസർഗികവും വൈയക്തികമായ രീതിയിലുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ടായി. ഒരു പോസ്റ്റ് MTV ജനറേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു ദൃശ്യമാധ്യമത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. എനിബഡി ഹു ഹാൻഡിൽസ് എ ക്യാമറ ഈസ് എ ഫിലിം മേക്കർ എന്നുള്ള സങ്കല്പം വന്നപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് വാസ്തവത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കയുടെ പ്രധാന കാരണം. കാരണം
ഡ്രാമ സ്കൂളിന് ശേഷം ദൂരദർശൻ്റെ ഭാഗമായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് ചെയ്യാൻ കിട്ടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അതിന് ശേഷവും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥകളെപ്പറ്റി കേന്ദ്ര സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അടുത്ത കാലത്ത് വരെ FTIയിൽ പഠനം നടത്താൻ സാധിക്കുകയും ചെയ്തൊരാളെന്ന രീതിയിൽ സിനിമാ പഠനത്തിൻ്റെ സങ്കല്പം എത്രമാത്രം മാറിയിട്ടുണ്ട് ഈ പുതിയ ലോകത്തെ, പുതിയ ദൃശ്യ ലോകത്തെ, ഒരു പുതിയ ഒരു ഡൈനമിക്സിനെ നേരിടാനായി അത് എന്തുമാത്രം സജ്ജമാണ് എന്നുള്ളൊരു കാര്യം ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിലബസിൻ്റെ കാര്യമൊക്കെ നോക്കിയപ്പോൾ ഇന്നും ഐസൻസ്റ്റൈനെയും പുഡോവ്കിനെയും ഗൊദാർദിനെയും ഒക്കെ പഠിച്ചതുകൊണ്ട് തീർച്ചയായും അവരുടെ സംഭാവനകൾ നിസ്തുലമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഒരു കോണ്ടംപററി ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഒരു പുതിയ നയപദ്ധതി എന്തായിരിക്കും? ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ്. ഐ ജസ്റ്റ് ഷെയറിങ് ദീസ് തോട്ട്സ്. എങ്ങനെയാണ് ഫിലിം തിരക്കഥ എന്നുള്ള ഫോർമാറ്റിനെ സിനിമയുടെ പുതിയ ടെക്നോളജി എങ്ങനെയാണ് ഇൻ്റർനെറ്റും വീഡിയോ ആർട്ടും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു പുതിയ വിഭ്രമാത്മകമായിട്ടുള്ളൊരു ദൃശ്യ ലോകത്ത് എങ്ങനെയാണ് തിരക്കഥയുടെ ക്ലാസിക്കൽ സങ്കല്പത്തെ നമ്മൾ ചെന്നുകൊണ്ട് നിബന്ധിക്കുക? ഇത്തരത്തിലുള്ള കൺസേൺസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു പുതിയ ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്നും എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഭാഗ്യവശാൽ നിങ്ങളുടെ കോഴ്സ് ഡയറക്ടർ ശ്രീ ഷൺമുഖദാസ് ഈ ഏറ്റവും ആധുനിക കാലത്തെ നമ്മൾ അക്കാഡമിക്കായി ഒരു പക്ഷേ പലരും ശ്രദ്ധിക്കാത്ത ഫിലിം മേക്കേഴ്സും ഫിലിം മേക്കിംഗ് ജോണേഴ്സും ട്രെൻഡ്സിനെയും വളരെ കണിശമായി ഫോളോ ചെയ്യുകയും അതിനെപ്പറ്റി എഴുതുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ പോകുന്നവരെ അല്ലെങ്കിൽ ആദ്യകാല സിനിമാ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ട ഒരു എലമെൻ്ററി ആയിട്ടുള്ള വിഷ്വൽ ലിറ്ററസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി അവരുടെ ഒരു ബാധ്യതയായിരുന്നു. ഗവൺമെൻറ് ഡ്രാമ സ്കൂളിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ശങ്കരപ്രസാദ് സംഘടിപ്പിച്ച ഒരു ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് അതിപ്പോഴും നടക്കുന്നുണ്ട്. സതീഷ് ബഹദൂരൻ, ശ്യാമള വനാരസി എന്ന് പറയുന്ന രണ്ട് സിനിമ ഫിലിം സ്റ്റഡീസിൽ ധാരാളം രചനകൾ നിർവഹിച്ചിട്ടുള്ള രണ്ട് പേരാണ് അത് ചെയ്തത്. അപ്പോൾ അത് എങ്ങനെയാണ് സിനിമയെ കാണേണ്ടത്, സിനിമയുടെ സ്ട്രക്ചർ എന്താണ്, സിനിമയുടെ ഒരു തീമിൻ്റെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്, ഫിലിം മേക്കറും റൈറ്ററും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെയും സിനിമയിൽ തന്നെയുള്ള ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇന്ത്യൻ സിനിമ ആധുനിക സിനിമയുടെ ചരിത്രം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിനൊരു ഓറിയൻറ്റേഷൻ തന്നെ വേണ്ടി വരുന്നു. പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സാധാരണ ഒരു സിനിമാ പ്രേമിക്ക് പോലും ഇതിൻ്റെ ഒരു ഡൈനാമിക്സിൻ്റെ ഒരു എലമെൻ്ററി ആയിട്ടുള്ള ഒരു ലിറ്ററസി ഉണ്ട്. നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാനുള്ള സാധ്യത ഇന്നുണ്ടാവുകയും സ്വന്തം എക്സ്പ്രഷൻ അത് എത്രമാത്രം ഔട്ട് ഓഫ് ദ ബോക്സ് ആയാലും അത് പരീക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിലുള്ള സിനിമാ സംസ്കാരം നമ്മൾ ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൺമുഖദാസ് സാറിൻ്റെയും പ്രദീപിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ അതിനുള്ള സ്കോപ്പുണ്ട്. തീർച്ചയായും ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത് അതിൻ്റെ കൂടെ ഫിലിം മേക്കിംഗ് എക്സ്റ്റൻഷൻ കൂടി ഉണ്ടോ? അത് എങ്ങനെയാണത്? ബേസിക്കലി ഓൺ റൈറ്റിംഗ്. ഓക്കെ. സോ പരമാവധി ആ ഒരു സാധ്യതകളെ അതെ എനിക്കൊന്ന് സിലബസിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇരിക്കാൻ പറ്റുന്നവര് തീർച്ചയായും പ്രസാദ് വിചാരിച്ചാൽ ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ ക്ലാസ് അല്ല എനിക്ക് തോന്നുന്നു ഷൺമുഖദാസ് അത് പ്രധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കോണ്ടംപററി ആയിട്ടുള്ള യങ് ഫിലിം മേക്കേഴ്സിനെ വിളിക്കണം. അവരെങ്ങനെയാണ് സ്ക്രിപ്റ്റിനെ സമീപിക്കുന്നത്, സ്ക്രിപ്റ്റ് ഇല്ലായ്മയുടെയും
ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സോ മോർ ഇമ്പോർട്ടൻ്റ്ലി കോണ്ടംപററി വോയിസസിനെ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു. അത് വൈദേശികമായാലും നമ്മുടെ ദേശീയ തലത്തിലായാലും നമുക്ക് ചുറ്റുമുള്ള യങ് ഫിലിം മേക്കേഴ്സ് എങ്ങനെയാണ് അതിന് ടീമിനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി തിരക്കത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, അത് തീർച്ചയായും പ്രയോജനപ്രദമായിരിക്കും. എൻ്റെ എല്ലാ സഹകരണവും തീർച്ചയായും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വഴി പാസ് ചെയ്യുന്ന ഏതെങ്കിലും സമയത്ത് തീർച്ചയായും 6 മാസങ്ങളിൽ പറ്റുമെങ്കിൽ സെഷനിൽ ഭാഗമാവാൻ ഉണ്ടാവാം. എന്തായാലും പരമാവധി അത് ഉപയോഗപ്പെടുത്തുക, നിങ്ങളുടെ മനസ്സ് തുറക്കാൻ ഈ സിനിമ എന്നുള്ള മാധ്യമത്തെ ഏറ്റവും സ്വതന്ത്രമായും ഏറ്റവും ഒറിജിനലായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സും ക്രിയാത്മകതയൊക്കെ പരുവപ്പെടട്ടെ. തന്നെ ഈ ഒരു വർക്ക്ഷോപ്പ് പ്രയോജനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുപോലൊരു മനോഹരമായിട്ടുള്ള വളരെ ഉദ്ദേശശുദ്ധിയുള്ള ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചത്, ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് സന്തോഷമായിരിക്കുന്നു. പ്രമുഖ ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ ഷൺമുഖദ സർ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സിന്റെ ഡയറക്ടറായതിൽ ഞങ്ങളെല്ലാം കൃതാർത്ഥരാണ്. ചലച്ചിത്ര ഗ്രന്ഥകാരൻ എന്ന നിലയിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചിട്ടുള്ള ഷൺമുഖദ സാറിനെ തേടി 2022 വിപ്രസി ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരമായ സത്യജിത് റേ അവാർഡും എത്തുകയുണ്ടായി. തൃശ്ശൂരിന് ഏറെ അഭിമാനമായ പ്രൊഫസർ ഐ ഷൺമുഖദ സാറിനെ ഏറെ ബഹുമാനത്തോടെ ഗോദാർ അനുസ്മരണ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. നമുക്ക് വയസ്സ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ദുരന്തമായിരിക്കുമെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, മക്കളും പേരക്കിടാങ്ങളും സുഹൃത്തുക്കളും മക്കളൊക്കെ മരിച്ചു പോകുന്നത് കണ്ടിട്ട് എന്ന് പറയാനുണ്ട്. ഇതിലിപ്പോ ഞാൻ ഇങ്ങനെ ഇത്രയും കാലം ജീവിച്ചതിൽ 4 മാസത്തോളം ജീവിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഹിന്ദി ശിക്ഷക്കാണ് അധ്യാപകൻ, വിദ്യാർത്ഥി എന്താ പറയുക, വിദ്യാർത്ഥി എന്താ പറയാ, ഇവരൊക്കെ കത്തമാക്കാൻ ഞാൻ ബോംബിൽ 2 ഉണ്ടായിരുന്നു. क्लास का स्टूडेंट छात्रा പറഞ്ഞ് തെറ്റാണ് പറയുന്നത്. ഇതിനെ പരിചയപ്പെടുത്തിയത് വിദ്യ ആണ്. വിദ്യ പഠിച്ചത്, വിദ്യക്ക് ഞാൻ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 ദിവസം 2 മണിക്കൂറൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഭാരതീയ വിദ്യാഭവനിലാണെന്നാണ് പറയുന്നത്. എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ നമ്മുടെ CMS സ്കൂളിൽ അടുത്തുള്ളത്. So I must tell you point blank that I'm very, very happy that my student, Ekdinka, said a few words about me. I'm very happy about it. ഇത്രയും കാലം ജീവിച്ചതിൽ എൻ്റെ ഒരു സന്തോഷം അതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ ഞാൻ പറയാറുള്ളത്, ഞാൻ അങ്ങനെ ഹാപ്പിനെസ്സിനെ പറ്റിയൊരു പ്രസംഗം ജനുവരി 1 അങ്ങനെയാണ് നമ്മൾ പറയാ. കോവിഡിന് മുമ്പ്, മറ്റുള്ളൊരു കൊടുങ്കാറ്റിന് മുമ്പ്, പ്രളയത്തിന് മുമ്പ് നമ്മളെന്താ പറയാ, കോവിഡിന് മുമ്പ് 19 തോന്നുന്നു നമ്മുടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിശ്രാം, ഇവിടെ പൂങ്കുന്നം സ്റ്റേഷൻ അവരുടെ വകയാണ് വരുന്നത്. അവിടെ എന്നെ വിളിച്ചു പ്രസംഗിക്കാനായിട്ട്. മലയാളത്തിലാണ് പ്രസംഗം, പക്ഷെ അവർ പേരിട്ടത് ഹാപ്പിനെസ് എന്നാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ഗണേശനോട് പറഞ്ഞു, ഗണേശൻ കുട്ടികളൊക്കെ കൂടിയിട്ട് ബാംഗ്ലൂർ ടീച്ചർ അവിടുത്തെ കുട്ടികളൊക്കെ കൂടി നാടകം 1/2 മണിക്കൂർ ഈ വരുന്ന ഞായറാഴ്ച അല്ലെ 5:30 മണിക്ക് എല്ലാവരും ക്ഷണിച്ചോട്ടെ. തിരക്കായിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് ഗണേശന് വേണ്ടിയിട്ട് രംഗചന്ദ്രയ്ക്ക് വേണ്ടി എല്ലാവരും ക്ഷണിക്കുകയാണ്. ഭാനുമതി അമ്മയുടെ, എൻ്റെ അമ്മയുടെ പേരാണ്. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് അമ്മ എന്ന സ്ഥാപനം നടത്തുന്ന ഭാനുമതി ടീച്ചറാണ്. അമ്മ എന്നുള്ള പേര് ഇതൊരു ആകസ്മികത. ഭാനുമതി ടീച്ചർ ആ ചടങ്ങിന് ഇവരുടെ കുട്ടികളുടെ എല്ലാവരെയും ഗണേശിന് വേണ്ടിയിട്ട്, ഭാനുമതി ടീച്ചർക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അതിൻ്റെ വിഷയം അതൊന്നുമല്ല. ആ വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും വന്നിട്ട് ക്ലാസ് എടുക്കാം.
സംസാരിക്കാം. എന്നൊരു വിഷയം തന്നെ ഞാൻ മറന്നുപോയി. ഗോദാദല്ല, ഗോദാദ് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. അതാ പ്രശ്നമല്ലേ? ഗോദാദ് തിരക്കഥയില്ലാത്ത ഒരാളെന്നാ പറയാം. അരവിന്ദനെ പോലെ എനിക്കറിയില്ല, പറയാൻ പറ്റുമെന്ന് അറിയില്ല. അരവിന്ദന് തിരക്കഥയുണ്ട്, എന്നാലും തിരക്കഥ ഉണ്ടോന്ന് അറിയില്ല. നമ്മുടെ സാധാരണ ഇപ്പൊ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ഇനി പഠിപ്പിക്കാൻ പോകുന്ന പോലെ ഒരു തിരക്കഥ അരവിന്ദനുണ്ടായിരുന്നു എന്നറിയില്ല. ഞാൻ ചോദിച്ചു നോക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ അടുത്താണ്. ടീച്ചർ കൗമുദി, ടീച്ചറെ പേര് കൗമുദി, നമ്മൾ ഈ ഇവിടെ അടുത്താണ് അല്ലെ, കോട്ടയുടെ അവിടെയാണ്. മകൻ ചുങ്കത്താണ്, മകൻ രാമു. ഇവരോടൊക്കെ ചോദിച്ചിട്ട് അരവിന്ദനും തിരക്കഥയും എന്ന വിഷയത്തിൽ കുറച്ച് ആലോചിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഗോദാദും തിരക്കഥയും സത്യത്തിൽ ഞാൻ ഈ വിഷയം വിഷയം മറന്നുപോയി. വിഷയം മാത്രം മറക്കല്ലേ, ഇന്ന് 2 മണിക്ക് എനിക്ക് നിന്നത് മറന്നുപോയി അല്ലേ. 2 മണിക്ക് പിടിച്ചപ്പോഴാണ് ഞാനത് ഓർത്തത്. പക്ഷെ ഞാനത് ആലോചിച്ച് വെച്ചപ്പോൾ പക്ഷെ ആ ഒരു പുസ്തകം, അത് ഒരു പേര് മറന്നു, ഷേക്സ്പിയർ ലവ് എന്നുള്ള സിനിമയ്ക്ക് തിരക്കഥ ചെയ്ത മാർക്ക് നോർമൻ, കറക്റ്റ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം. അദ്ദേഹം തിരക്കഥ ചെയ്ത് തോന്നുന്നു മാർക്ക് നോർമൻ. അപ്പോൾ കൈകളിലോട്ടൊന്ന് നോക്കാം. എനിക്കതില്ല, എൻ്റെ കൈ എൻ്റെ പോക്കറ്റ് ശൂന്യമാണ്. നാളെയൊക്കെ കിടക്കുന്നുണ്ടാവും, നോട്ട് കുറിച്ച് കാണും. ചിലപ്പോൾ എന്നിട്ട് കിഴക്കള്ളാസി പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ ഗോദാദിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല, ഗോദാദിനെ മലയാളം കിട്ടുന്നില്ല, ഇടത്തും വലത്തും മുകളിൽ നിന്ന് താഴെ നിന്നൊക്കെ എടുത്തിട്ട് അടിക്കുന്നു. എന്തോ ഗോദാദ് തിരക്കഥ വേണ്ട അതിൻ്റെ പറഞ്ഞു മറന്നുപോയത്. ഞാനിവിടെ നിൽക്കുന്നതിന് പ്രധാന പ്രതി ടീച്ചറാണ്. ടീച്ചറെ അന്ന് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രദീപനെയോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംവിധായകനാവുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടൊരു സംവിധായകനാവുന്നത്. സംവിധായകരുടെ കൂടെ ഇരിക്കുക. നിങ്ങളൊക്കെ സംവിധായകരല്ലേ? ഒരു സിനിമാ സംവിധായകൻ, നാടക സംവിധായകൻ, നാടകം സംവിധാനം ചെയ്തിട്ടുണ്ടോ? കുട്ടികളുടെ നാടകം ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ ഞാനിപ്പോ ഇവരുടെയൊക്കെ മീതെ, എല്ലാവർക്കും മീതെ, തലയ്ക്ക് മീതെ തോണി പ്രളയമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു നാടകവും സംവിധാനം ചെയ്യാതെ, ഒരു സിനിമയും സംവിധാനം ചെയ്യാതെ, ഒരു കോഴ്സ് സംവിധാനം ചെയ്യാതെ ചെയ്യാൻ പോവാണ്. ഇന്ന് മുതൽ ഈ കോഴ്സിന്റെ ഡയറക്ടർ എന്നാ പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ആലോചിക്കട്ടെ പറഞ്ഞു. ഒരു കുളത്തല്ല, ആയകുളത്തുമല്ല, കൊടുങ്ങല്ലൂര് പുല്ലൂറ്റ് കോളേജിൽ എന്നെ സുനിൽജി ഷോർമാരി ദിവസം വിളിച്ചു. മാഷ് ഇതിനെല്ലാം പറഞ്ഞിട്ടുണ്ടാകുന്നത് കുറച്ച് നമ്മുടെ സ്വന്തം വാക്കുകൾ കൂട്ടിച്ചേർത്താണ്. മാഷൊന്ന് സഹായിക്കണം എന്നാണ്. ചന്ദ്രമതി ടീച്ചർ കാലൊടിഞ്ഞിട്ട് വരാൻ പറ്റില്ല പറഞ്ഞു. ഇങ്ങനെ അല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാനതിനെ ഒരു കഥയൊക്കെ ആയിട്ട് മാറ്റാണ്. രോഗവും വളരെ ബുദ്ധിമുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. ആത്മാക്കിയാണ് ഇങ്ങനോട് വിളിച്ചത്, എന്താ എനിക്കറിയില്ല. പക്ഷെ ടീച്ചറാണ് ആദ്യമായിട്ട് വാക്ക് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയിൽ കൃഷ്ണൻ മാഷൊക്കെ നടത്തിയ ഒരു പരിപാടിയിൽ ചന്ദ്രമതി ടീച്ചർ വന്നിട്ടല്ല, എൻ്റെ സഹപ്രവർത്തകൻ, നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഒരാൾ പി എൻ പ്രകാശ്, മാഷാണ് പ്രധാന. ഞാനും കൂടി സംഘടിപ്പിച്ചൊരു ഇതിൽ ടീച്ചർ വന്നിട്ട് ഒരു പ്രസംഗം നടത്തി. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കായിരുന്നു. എനിക്കും അതെ, മാഷ്ക്കും അതെ. ഞാൻ മാഷ അടുത്ത് വിളിച്ചു, അതെന്താണ് മാഷ്ക്കും ഓർക്കുന്നില്ലെങ്കിൽ. പിന്നെ ഇപ്പം പഠിച്ചു പാത്തോഗ്രാഫി. അതാണ് രോഗം ആത്മഹ്യാനികളുടെ ആത്മഹ്യാനം എന്ന് പറയുന്നതാണ്. ടീച്ചറാണ്, ടീച്ചർ അറിയാലോ, മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, അതാണ്. അപ്പം അങ്ങനെ ഒരു അതേ ഇതിൽ ഈ പാത്തോഗ്രാഫി എന്ന് പറയുന്ന വിഷയത്തിൽ, ഈ രോഗവും ആത്മഹ്യാനികളുടെ വിഷയത്തിൽ 2 സെമിനാറുണ്ട്. അതിൽ എന്നെ വിളിക്കുകയാണ്. ചിലരുടെ ജോലിയല്ല എനിക്ക് തന്നത്, സംവിധാനമൊന്നല്ല. സംവിധാനമൊക്കെ എത്രയേ ഉള്ളൂ. വന്ന് ചന്ദ്രമതി ടീച്ചർ വരേണ്ടതായിരുന്നു. ടീച്ചർ കാലം ടീച്ചർ വരാൻ പറ്റാണ്ട് ഞാൻ ചെയ്താണ്ടേ.
അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എനിക്ക് എങ്ങനെ പറ്റിയത് മാഷിന് പറ്റും, ഞാൻ ചിലതൊക്കെ വായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 3 രോഗങ്ങൾ എനിക്കുണ്ട്. ഒന്നാമത്തെ രോഗം എനിക്ക് വർഷങ്ങളായിട്ട് പ്രമേഹമുണ്ട്. അത് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുണ്ട്, ചായ കൊണ്ട് വരുമ്പോൾ. രണ്ടാമത്തത് ആദ്യമായിട്ട് പൊതുവേദിയിൽ പറയണം, ഈ സംശയം മറവി രോഗം ഉണ്ടോ, എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ്. ഒരു കാലത്ത് ഇംഗ്ലീഷ് സെമിനാറിൽ പരിചയമെന്ന് അറിയില്ല, ഇങ്ങനെ ആക്കും ചുണ്ണാമ്പ് ലേഹ്യം. ഒരു കാലത്ത് ഇപ്പം അറിയില്ല, ഇപ്പം ഇംഗ്ലീഷ് സെമിനാറുകൾ അങ്ങനെയാണ്. ഒരു കാലത്തല്ല, ഇടുമ്പോൾ പറ്റാൻ എനിക്ക് ഭയങ്കര തമാശ തോന്നിയിരുന്നു. ഒരു കാലത്ത് ഇപ്പം അറിയില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് അൽഷൈമേഴ്സ് ഉണ്ട്, പിന്നെ ഷോർട്ട് ടേം മെമ്മറി. ചൈന മെമെൻറ്റോ പറഞ്ഞ സിനിമ കണ്ടാൽ മതി. അത് കണ്ടിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഗജിനി അതാന്ന് പറയണം, ഷോർട്ട് ടേം മെമ്മറി പറയണം. അങ്ങനെ ഇടപ്പോൾ ഒരു അന്ന് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞപ്പോണ്ട് അവിടെ കേൾവിക്കാരിൽ ഒരാളൊരു കൊടുങ്ങല്ലൂർക്കാരി ഇരിക്കുന്നു. ഞാനിങ്ങനെ ഇവിടേക്ക് വരണോ വേണ്ടെന്ന് സംശയിച്ചു, വേണ്ടാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടീച്ചർ അവിടെ ഇരിക്കുന്നു, ടീച്ചർ. ദൈവത്തിന് വിശ്വാസമില്ല, അങ്ങനത്തെ ഒരു നല്ല വിശ്വാസം എനിക്കില്ല, എന്ന് വെച്ചാൽ നല്ല ഒരു അന്ധവിശ്വാസം എനിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ടീച്ചറെ കണ്ടുകൊണ്ട് നിമിത്തമാണ് ടീച്ചറോട് പറഞ്ഞ് ഞാൻ വരാം, ഈ വിഷയം ഇത് സംവിധാനം 6 മാസത്തേക്കാണ്, 10 മാസമല്ല 6 മാസത്തേക്കാണ് ഞാൻ ചുമക്കാനായിട്ട് തയ്യാറായത്. ടീച്ചർ അന്ന് അവിടെ വന്നിരുന്നു കൊണ്ടാണ് ഗോദാനും തിരക്കഥയും എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തെ പറ്റി സന്ദർഭം ഇതല്ല തോന്നുന്നു, അല്ലെ? ഇതൊരു വ്യക്തമായി സംസാരിക്കേണ്ട ഒരു സന്ദർഭമല്ല. ഞാൻ മറ്റു സന്ദർഭത്തിൽ കുറച്ചുകൂടിയൊക്കെ പഠിച്ച് കുറച്ചുകൂടിയൊക്കെ ഒതുക്കി നല്ല അച്ചടക്കത്തോടുകൂടി വിഷയത്തോട് നല്ല വിനയത്തോടുകൂടി ഞാനാണല്ലോ സംവിധായകൻ. ഇനി മുതൽ ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാമെന്ന വാക്ക് തരുന്നു. എന്തിനാ വാക്ക് തരുന്നത് എന്ന് ചോദിച്ചാൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടാവാം. ഗോദാടിനെ കുറിച്ച് സത്യത്രായ പറഞ്ഞൊരു വാക്യമുണ്ട്. ഗോദാദിനെ കുറിച്ച് ഞാൻ എൻ്റെ കുറേ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ തരികയാണെങ്കിൽ എൻ്റെ ഒരു പ്രഭാഷണമുണ്ട്, മീഡിയമാണെങ്കിൽ. ദേശാഭിമാനി ഞാൻ തപ്പിയിട്ട് ഇവിടെ ചെന്ന് എടുക്കാൻ മറന്നുപോയി. ഇവിടെ ചെന്നപ്പോൾ അടുത്തത് കഴിഞ്ഞിലൊക്കെ അതിലെൻ്റെ ഒരു ലേഖനമുണ്ട്, മറന്നുപോയി. ഗോദാദിനെ കുറിച്ചുള്ള ഈ അപൂർണ ലേഖനത്തിൽ നിന്ന് 3 കുത്തുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ബോധമായിട്ടതാ. ഗോദാദിനെ കുറിച്ചുള്ള ഈ അപൂർണ ലേഖനത്തിൽ നിന്ന് ടൈറ്റിലും അപൂർണ 3 കുത്തുണ്ട്. അത് പറ്റിയൊന്നും അതേപോലെ മാധ്യമത്തിൻ്റെ ഒരു ലേഖനം ഗോദാദിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൊടുത്തു. അതിന് ഇതാണ് ഈ പറയുന്ന ലേഖനം. അതിനെ ഞാൻ ആ ലേഖനമുണ്ട്, ദേശാമാനി കഴിഞ്ഞ ലേഖനത്തിൽ വന്ന ലേഖനം ഈ സിനിമയെ മുൻനിർത്തിയിട്ട്, കഴിഞ്ഞ സിനിമയുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഘടന. 12 കഷ്ണങ്ങളായിട്ട് അതിൽ കേട്ടല്ലോ, വായിച്ചല്ലോ. ദർ ഇസ് ട്രൂത്ത് ഇൻ എവറിത്തിങ് ഈവൻ ഇൻ എറർ. അത് ഞാനെടുത്ത് ഒരു ഇതായിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാതൃകയിലാണ് ഞാൻ 12 അങ്ങനെയാണ് ഞാനത് യുവറാസാബിയാണ് അതിന് ആധാരമാക്കിയിട്ടുള്ളത്. ഗോദാദിനെ കുറിച്ചിട്ട് തിരക്കഥ എന്നുള്ള വിഷയത്തെക്കുറിച്ച് മറ്റേ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഏതായാലും 6 മാസം 6 × 4 ചുരുങ്ങിയത് പ്രദീപ് എത്ര ക്ലാസ് വേണം? നമുക്കൊരു 28-30 ക്ലാസ് വേണം. ഇപ്പം എത്ര പേര് ലിസ്റ്റിലുണ്ട്? 10 ആയിട്ടില്ല തോന്നുന്നു. 10 പേരൊക്കെ ഇപ്പം ആയിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ ശ്യാമപ്രസാദ്, അഭിലാഷ് പിള്ള, ശ്രീജിത്തിരമണനല്ല, നമ്മുടെ ചങ്ങമ്പുഴ ഇടപ്പള്ളി രമണനല്ല, കൊല്ലത്തുകാരൻ രമണൻ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? ഒരു തിരക്കഥ എഴുതിയിട്ടില്ലേ സ്വന്തം? അക്തസാക്ഷിയുടെ ഒക്കെ അക്തസാക്ഷി ഡൽഹിയിലാണോ വിളിച്ച് പനോരമയില് എന്നെ വന്ന് കണ്ടിട്ട് വരണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പാടോ സാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു you came to me and you told me that you should come for the film, and I was there watching the film. And you remember that many people found it quite sour fascist kind of thing, because your father
മേ ബി. ഞാൻ ആ പടത്തിന് കൊടുക്കുന്ന ആളാണ്. പങ്കജ് കപൂർ അല്ലേ? രജത് കപൂർ. ഞാൻ ബ്രാൻഡസ് എന്ന് പറയാത്തത് ഭാഗ്യം വാക്ക് ഉപയോഗിക്കുന്ന ആളാണ്. ഭാഗ്യം ഞാൻ പറയുമായിരുന്നു. നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ്. നല്ല അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് ദേശീയ അവാർഡ് കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. പടത്തിന് കിട്ടിയത് മികച്ച മലയാള ചിത്രം അല്ലേ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പൊ അതിന് എൻ്റെ ഒരു സുഹൃത്തുക്കൾ തന്നെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ച സമഗ്ര ഫാഷൻ. എന്തുകൊണ്ടും എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്നെ സ്പർശിച്ചു. ബ്രെക്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബ്രെക്റ്റ് അല്ലെങ്കിൽ ഞാനും നീലിനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തൊട്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമായി. തൊടാൻ പാടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് അല്ലേ? ഈ റിമമ്പർ ഇലക്ഷണി ഉടർത്തുക അങ്ങനെയാണ്, എലിമിനേറ്റ് ചെയ്യണം. ഇത് ഇവിടെയുള്ള ഒരു പുസ്തകമാണ്. എൻ്റെ അടുത്ത് കോപ്പിയില്ല. ഞാൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ അവിടെ നിന്നൊരു ബുക്ക് ഞാൻ എടുത്തിരുന്നു. നഷ്ടപ്പെട്ടു പോയി. സത്യത്തിൽ നഷ്ടപ്പെടുകയല്ല, 2 ഓസ്കാർ കിട്ടിയിട്ടുള്ള ഒരു ഓസ്കാറെങ്കിലും കിട്ടിയിട്ടുള്ള ഒരു മലയാളി എൻ്റെ സുഹൃത്ത്. എന്നാൽ അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയിട്ടില്ല. അല്ല, ഓസ്കാർ കിട്ടി. ഇത് ഞാൻ 2004 അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് അല്ല, തൃശ്ശൂർ വെച്ചിട്ട്. തൃശ്ശൂർ മേള നടക്കുമ്പോൾ അന്നത്തെ മ്യൂസിക്കിനെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ച് ഗംഭീരമായുള്ള പ്രസംഗമായിരുന്നു. SP രമേശ് എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നന്നായിരുന്നു. തൃശ്ശൂർ 2004 IA50 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ. അത് ഇതേപോലെ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടായെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇതൊക്കെ മുത്തുമ്പോൾ എവിടാവും. ചിലപ്പോൾ ഞാനും ശ്രീചന്ദ്രമണനും ശ്യാമപ്രസാദും അഭിലാഷ് പിള്ളയെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു. തീരെ വയസ്സൻ കർഷകക്കാരൻ ആദ്യം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പ്രദീപ് പനങ്ങാടല്ല, പ്രദീപന്യാം അങ്ങനെയല്ലോ. ഈ ബുക്ക് ഇവിടുത്തെ ലൈബ്രറിയിലുള്ളതാണ്. ഞാൻ ഇതിന് 2010 റിട്ടയർ ചെയ്തപ്പോൾ അന്ന് ഈ പുസ്തകം ഞാൻ ശബ്ദത്തെ പറ്റി കുറേ ഉണ്ട്. റസൂലിന് കൊടുത്തിരിക്കുകയായിരുന്നു. റസൂലിൽ നിന്ന് വായിച്ചിട്ട് ഞാൻ 90 എഴുതിയ ബുക്കാണ്. ശബ്ദത്തെ പറ്റി കുറേ ഉണ്ട്. ശബ്ദത്തെ പറ്റിയിട്ട് ഇത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ടോ? കണ്ടില്ലെങ്കിൽ വലിയ പാപമൊന്നുമില്ല. ഇതില് ഒരു അവസാനം അധ്യായങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 16ാമത്തെ അധ്യായമായിട്ട് ശബ്ദവും ചില ചിത്രങ്ങൾ എന്നാണ് കൊടുത്തല്ലോ. അതില് ശബ്ദങ്ങളെ ഏതൊക്കെ ചിത്രങ്ങൾ എന്ന് വെച്ചാൽ പിറവി ഗംഭീരമായിട്ടുള്ളതാണ്. കണ്ട ഉടനെ ഞാൻ എൻ്റെ സുഹൃത്ത് നീലയെ വിളിച്ചു. പ്രേംജിക്ക് ദേശീയ അവാർഡാണ്. തിരുവനന്തപുരത്ത് അല്ല, ഗുഡേരി ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ കാണിക്കുകയല്ല ചെയ്തത്. ഇറ്റ് വാസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫെസ്റ്റിവൽ. പുറത്തെ എവിടെയൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരുന്നു പിറവിയുടെ ശബ്ദത്തെ പറ്റി 90 ഞാൻ എഴുതിയിട്ടുണ്ട്. 87 പടം ഇറങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തത് ഈ കഴിഞ്ഞ മാസം JC അവാർഡ് ലഭിച്ചിട്ടുള്ള KP കുമാരൻ സംവിധാനം ചെയ്തിട്ടുള്ള മാധവിക്കുട്ടിയുടെ കഥ ആധാരമാക്കിയിട്ടുള്ള രുക്മിണിയെ കുറിച്ചിട്ടാണ്. പിന്നെ പോക്കുവെയിലിന്റെ ശബ്ദത്തെ പറ്റിയിട്ടാണ്. ഒരു കിതപ്പും ഞരക്കവും തേങ്ങനും നിലവിളിയും പോലുള്ള മനുഷ്യത്വങ്ങൾക്കാണ് പോക്കുവെയിൽ സംഭാഷണത്തൊക്കെ കൊടുത്ത പ്രാധാന്യം വലിയ രീതിയിൽ 90 എഴുതിയതാണ്. ഇപ്പൊ നമുക്ക് കണ്ടു നോക്കാം. ആർക്കും നോക്കാവുന്നതാണ്. ഇപ്പോൾ കേട്ടു നോക്കാവുന്നതാണ്, കണ്ടു നോക്കാവുന്നതാണ്. അത് തുറന്നപ്പോൾ കിതപ്പും ഞരക്കവും തേങ്ങലും നിലവിളിയും പോലുള്ള മനുഷ്യ ശബ്ദങ്ങൾക്കാണ് പോക്കുവെയിലിൽ സംഭാഷണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന വസ്തുത അധികം ശ്രദ്ധിക്കപ്പെടുത്തി കാണുന്നില്ല. ഒറ്റപ്പെട്ട ഞാനിത് കണ്ടിട്ടുണ്ടാവുള്ളൂ. അന്ന് ഈ സാധനമില്ല. കാസറ്റ് ഉണ്ടോ? 90 ഉണ്ട്. പക്ഷെ സിനിമയുടെ കാസറ്റ് അത്ര ഈസിലി അവൈലബിൾ അല്ല. ഇന്ന് എലിപ്പത്തായം തീർച്ചയായിട്ടും ശബ്ദപഥത്തില് ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റസൂലിന് ഓസ്കാർ കിട്ടിയപ്പോൾ ഞാൻ അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറയണ്ടേ, അതില് ഉണ്ണിക്കുഞ്ഞ് കരമന ഒരു രംഗത്തില് പടം കണ്ടവർക്ക് അത് കേട്ട ഓർമ്മയുണ്ടെങ്കിലും അതുപോലെ ഒരു വായിൽ വയ്ക്കും.
കല്ല് കടിക്കുന്ന ശബ്ദമുണ്ടെന്നാണ് റസൂല്. ഇത് 2011 അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയ സന്ദർഭത്തിൽ മാതൃഭൂമി അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടി അതിനെ കളിയാക്കിയിട്ടാണ് എന്തോ സിനിമ വന്നിട്ട് ഈ ഓസ്കാരം പിടിച്ചിട്ടേ ഈ പ്രതിമയെ പിടിച്ചിട്ട് ഏതാ സിനിമ രാജ്യമായിട്ട് ഞാനോട്ട് പിന്നാലെ തിരുവനന്തപുരത്ത് നോക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോയെന്നറിയോ, കുമരകത്ത് പോയി കുറച്ച് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഭയങ്കര തമാശയായിട്ടുണ്ട്. ഫറൂഖ് കോളേജിലുണ്ട്. ഫറൂഖ് കോളേജ് എന്നോട് കൂടാൻ വന്നോളാൻ പറഞ്ഞു. ഞാൻ ഈ സാധനം പിടിച്ച് ഇദ്ദേഹം പോകുന്ന ജീപ്പിന് പിന്നാലെ ഓടുകയാണ്. എനിക്ക് കയറാൻ വേണ്ടി കയറിക്കൊള്ളാൻ വന്നതാ. എൻ്റെ സാധനം നിലത്ത് വീണു. അന്ന് രാത്രി കടവിൽ പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ, സ്വച്ഛ സുന്ദരമായിട്ട് ശാന്തമായിട്ട് 12 മണിക്കാണ് ഞാൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്തത്. കാരണം മാധുരമി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഓസ്കാർ കിട്ടി, സ്വീകരണം നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്നിട്ട് അതിൻ്റെ അച്ചടിക്ക് വരികയാണ്. അപ്പം അതിലിത് പറയുന്നുണ്ട്, ഈ പോക്കുവിൽ ഇലിപ്പത്താഴത്തിന് ഈ ഊണയിക്കുമ്പോൾ പെട്ടെന്ന് കല്ല് കടിക്കുന്ന ശബ്ദം. അതിന് ബന്ധമില്ലോ, അതിൻ്റെ കഥയാണ് എല്ലാവർക്കും. ഇങ്ങനെയുള്ള ഇവിടെ ഈ കോഴ്സ് വിജയപ്രദമാക്കുവാനായിട്ട് ഈ കോഴ്സിൻ്റെ കന്നി ദിവസത്തിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആശംസകൾ. അതിൽ എൻ്റെ സുഹൃത്ത് ഉദ്ഘാടനം ചെയ്ത ശ്യാമപ്രസാദ്, ഞാൻ നോക്കട്ടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അത് വായിക്കാനായിട്ട് എടുത്തത്. അതിനാണ് കടപ്പാട് പറഞ്ഞത്. ഈ പറയുന്ന കണക്ക് കേട്ടോ, ഈ പറയുന്ന കണക്ക് കേട്ടോ, അപ്പ പറഞ്ഞു എന്നോട്, അപ്പ പറഞ്ഞു എന്താ പറഞ്ഞറിയോ, ഞാൻ എഴുതി വെച്ച് മറക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് മറക്കോട്ട് പറഞ്ഞു. ഈ പറയുന്ന കണക്ക് എന്ന് നാം ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ തിരിച്ചറിയുന്നു അയാൾ അയാൾ. എന്റെ സുഹൃത്ത് CS വെങ്കടേശ്വരൻ എപ്പോഴും ഇതിങ്ങനെ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ബോറാണ് പണ്ട്. ഇപ്പൊ ഞാൻ പറയില്ല, ശ്രദ്ധിച്ചിട്ടോ, CS വെങ്കടേശ്വരന്റെ നിരൂപണത്തിലൊക്കെ ഇതിങ്ങനെ കാണും. ഇപ്പൊ ഞാൻ കുറേശ്ശെ വിരിയുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അയാൾ അല്ലെങ്കിൽ അവൾ കൊല്ലംകാരൻ എന്ന് പറഞ്ഞ തെറ്റ്. എത്ര പേരുണ്ട്, 1, 2, 3 ആളുകൾ എണ്ണാൻ പാടില്ല എന്നാണ് അന്ധവിശ്വാസിയാണ്. എണ്ണം കുറയും. പണ്ട് ഒറ്റപ്പാലത്തെ ഞാൻ 5 വരെ പഠിച്ചത്. അപ്പൊ നമ്മളെങ്ങനെ കൊണ്ടുപോകലോ വലിയായിട്ട്. എൻ്റെ ആദ്യത്തെ ടൂറ് അത് ഒറ്റപ്പാലം മുതൽ ഷൊർണൂർ വരെ ക്ലാസ്സിനെ ട്രെയിനില്ല. അപ്പൊ എണ്ണും. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ എന്താ പറയുക, എണ്ണയൊക്കെ എണ്ണാൻ പാടില്ല കുട്ടികളെ, ആളുകളെ. എണ്ണ കുറയുന്ന അന്ധവിശ്വാസമോ സുഗന്ധവിശ്വാസമോ ഇപ്പോൾ ഉള്ളത്. എണ്ണാൻ പാടില്ല, പിന്നെ എണ്ണ കുറയുന്നു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഓർമ്മിക്കുന്ന പ്രശ്നമുണ്ട്. രാവിലെ ആയിരിക്കും കൊല്ലംകാരൻ എന്തുവേണം അടുത്തത്, കൊല്ലംകാരൻ കാരി, കൊല്ലംകാരൻ അത് പറഞ്ഞില്ലാട്ടോ, ഞാൻ ചേർത്ത കൊല്ലംകാരൻ കാരി ആയിരിക്കുമെന്ന് ഒരു വരയുണ്ട്. ശ്യാമപ്രസാദ് ഓൺ ശ്രീജിത്ത് രമണൻ. അത് പറയുന്ന കണക്കെന്ന് വരുമ്പോ പിന്നെ പറഞ്ഞ ഈ പറഞ്ഞ കണക്ക് സന്തോഷത്തോടുകൂടി എല്ലാ സന്തോഷത്തിന്റെ അടിയിലുള്ള ആഴത്തിലുള്ള വിഷാദത്തോടെ, ബുദ്ധന്റെ ദൈവമല്ല, വഴി ബുദ്ധനെ കണ്ട കൊല്ലവനെ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇഫ് യു മീറ്റ് ബുദ്ധ ഓൺ ദ വിക്കഡ്, ആരാണ് എഴുതിയത്? സൈക്കോതെറാപ്പിസ്റ്റ് എഴുതിയതാണ്. ബുദ്ധനെ കുറിച്ച് അതൊന്നും പറയുന്നില്ല. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ദിസ് സൈക്കോതെറാപ്പിസ്റ്റ് ഹിംസെൽഫ് ബിക്കേം psychic and the whole book is about that. If you meet Buddha on the way, kill him. എന്നാണ് തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി ചേർന്ന് പോകുന്ന ചെറിയതല്ല ശരിക്കും, ചെറിയ വിഷാദത്തോടു കൂടി. സമകാലിക ഇന്ത്യൻ നാടകവേദിയിലെ പ്രമുഖ സംവിധായകനും നാടക അധ്യാപകനും നാടക ദാർശനികനുമായ ഡോക്ടർ അഭിലാഷ് പിള്ള ദീർഘകാലമായി NST അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അഭിലാഷ് പിള്ള പ്രൊഫസർ G. ശങ്കരപിള്ളയുടെയും ഡോക്ടർ വയല വാസുദേവൻപിള്ളയുടെയും പാത പിന്തുടർന്ന് താൻ പഠിച്ച സ്ഥാപനത്തിലെ ഡയറക്ടറായി സേവനം ആരംഭിച്ചതിൽ വയല ട്രസ്റ്റിന്റെ സന്തോഷം അറിയിക്കട്ടെ.
സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സിന്റെ സമീപനം അവതരിപ്പിക്കുവാൻ ഡോക്ടർ അഭിലാഷ് പിള്ളയെ ക്ഷണിച്ചു. ഞാനിവിടെ I'll be talking more from the perspective of from theatre's point of view, because I'm working on a and neither at the outset let me tell you that I'm not the right person to make a speech on this course, because particularly about what this course is going to do, that too about the approach of this wonderful course on script writing, because I'm neither a playwright nor a script writer for films till today. When star gods like Shyam Chatterjee, Shyam Sir and others are here, so I feel I'm just one of those theatre directors whose plays have travelled, the productions have travelled regionally, nationally and internationally. At the same time, I'm really grateful to Vayala Madam for including my name along with these star awards and also sharing the stage, the small dais which we all are into, with a very wonderful space here with Srijit and Pradeep and all. So it's nice to have all of us together with many theatre personalities and artists. Now, let us come to this course, what one can look into it. Who is a playwright? In good old times, a playwright is a playwriter, director, designer, producer, sometimes proprietor who owns the company. In fact, he was the supreme hero who constructed the great audiovisual event. Here he was constructing a play in its totality by hammering, bending, nailing, reshaping, coloring and finally giving general shape and building up an artistic product. While writing a play, some writers may struggle for good themes and plots for which the writer may hunt some references from the available books, out of which she may get some ideas and sometimes not. But if the writer gets some ideas, she may not get enough background materials and guidelines to write about. But writing will continue, and the end result, that is, the work with a lot of writers' idiosyncrasies and shortcomings. But certain other writers write and write spontaneously without looking at anything or anywhere, but the writing continues and ends up as the most outstanding work on the stage, or for reading, or for teaching, or for any other visual languages. This does not mean that the writer is planning, sketching, visualizing, or jotting down some notes for future writing. It will all help this in creative writing spirit. If there are some impulses in his creative mind, they become the foundation stones of his dream project. Any theatre or film must have a storyline. Film screenplay whatever I have sensed and just read the notes. Yes, primarily cinema കാണാറുള്ളതാണോ? അതല്ല ശരി. ഒരു സിനിമ കണ്ടിട്ടുള്ളൂ എന്നെ ഗാന്ധിജി പറഞ്ഞില്ലേ? So, what is art of storytelling? Of course, it has three major parts: prose, theatre, and film. But poetry does not have much narrative elements in the case of other three. Our novels and short stories have enough narrational materials, including most modern computer hypertext. In the case of theatre, it is a live human performances before the audience. At the same time, film, television, videos, etc. are electronically devised reproductions. Each of these ideas, I would also say to it, ideologies or emotions are meant for provoking or entertaining the audience. Meaningful. One common feature in all these media is the creation of images which are more intense than sometimes in the real life. These expressive images are more impactful in films rather than in other media. Obviously, theatre has strong visual dimensions which is called spectacles. Spectacles has always been considered suspiciously in serious theatre, particularly theatre goers, a necessary evil sometimes, and some lively diversions for others. Still, the elements of stagecraft, sound, lighting, costumes, and the actor's body themselves all contribute an immediate effect on the audience. But scenography supports the textual meaning of the play in all respects.
The theatre is a medium based as much on the words as on the deeds, particularly on the actions too. The story unfolds on stage through the use of words, with actions, with gestures. Characters speak to one another on the stage. Yes, theatre is demanding something from the audience also. Theatre makers have to listen and watch them carefully to comprehend the ideas and images emerging in complex situations, multi-layered patterns. Actually, in theatre, we don't see black holes sometimes. Probably in modern Indian theatre or in the modern theatre, we have got black holes. Otherwise, theatre has or needs to be also seen. There is a lot of interaction which happens due to which there is a contribution from the audience for the making of the play which is happening here. Playwright should write the best place for us to understand what is good theatre. The playwright must also write plays with certain compelling imageries and will collide with the audience and strike a spark in them. But the audience must also fan that spark into a flame with the ideas conveyed through words which will express the meaning. Rebellion is an important process in the development of any art form, but reveling in a bubble is not going to speak to you. First, you should get some ideas of what you are rebelling against. This is something which I always used to say. Art is not nature's creation. It's man's rearrangement of nature is achieved through technique, known in theatre as form or structure. Each art has its own form or structure based upon certain fundamental principles. Script writing is not a birthright. There are no child prodigies in playwriting. In a play structure, logical approach is necessary. It can be a science, it is a science, I believe. It is the arrangement and interconnections of story and character. Structure can follow a precise formula based on blueprint or loose method. When I am using formula, I am not using as formula the masala formulas. There is a formula which comes from the word from science, the formula. In any case, writing needs a design. Technique is the practical device or even a trick. While writing a play, the playwrights used to construct different characters as well. Creativity, technique and structure are all interrelated. Without technique, creativity can be limited, and without creativity, structures turns into pure formulas sometimes. Some writers, through their writings, invent new tradition only to discover deep emotions and thoughts. There are some other writers who initiate their favorite playwrights in their creative writings. It's not wrong on their part because many of the successful dramatists started aping other writers like Shakespeare and Ibsen, etc. So some writers cannot write unless they get the mood. Many writers find playwriting as an isolated art. Still others finish a script, but they don't move as to how their products are sold in the market. Is it to be sold for the market? Next are writers who transfer to playwriting from other genres. They are great writers who tried but could not adapt their writing skills to the practical limitations of the stage. Great poets, novelists, short story writers, screenplay writers, journalists, etc. who tried but could not come up their writing skills to practical limitations of the stage. Even great poets like Wordsworth, Shelley, Byron, Keats, etc. also had tried but could not make it. I would say even in Malayalam and even in Indian, I don't want to say the names, but there are people who have tried from great novelists and all writing plays, but it is very difficult to be successful. Vice versa also, a playwright may not be successful that much to write a movie sometimes. A successful playwright is an interpreter of life, and in the process of interpretation, he or she brings out his or her own unique truth about life and how it should be featured in the philosophical background. Here, the philosophy is a definable point of view. Philosophy is the result derived from an investigation of causes and laws of underlying reality. A play begins with germinal idea. It can germinate from a small incident, a factual event, a poem, a photo, or a newspaper report. Sometimes it is more likely to spring out from a personal experience or intimate happening, a fancy, a personal story or something almost similar like that. Playwrights get inspired by haunting memories, dreams, nightmares, failed businesses, harbor resentments, or a social injustice. In the process, writing and playwrights face
hardships and the vision comes short and complete ideas do not work due to the lack of dramatic situations, particularly in the case of truth, crisis, which is conflict also, action, plot, character and unit. There should be an interesting idea, but it may not prove as a half idea in the absence of characters. A good idea has some main characters. Along with these characters, there should be strong elements of a plot. Regarding action, action means more than just a physical movement. Any action for that matter includes the human acts, conflicts, thoughts, resulting to a story which would move forward. Action is a dramatic movement done by the characters. Even if they have no physical action, they will express mental action through dialogue or gestures. There are realistic plays and non-realistic plays. It is not necessary that the play should follow the usual cause and effect of a realistic play, but will present a juxtaposition of seeking life and symbols of our inability to tell one another. The idea for a non-realistic play may fulfill, and the elements needed could become a good theatre sometimes. A big playwright should learn the basis. A beginning of the playwright should learn the basis of realism first. This is something in the West, many of the great painters started their creation in realistic style, which in the Western connotation this can be, but I don't agree with this particular statement that they should start with realism, even in our Indian context or in Asian context. Here one should know the truth behind any play. The truth brought about in writing should be real today as well as tomorrow. That is what is important, where you are trying to find out the truth. And it could go into any reason. Do not write what is popular. One says, do not write what you think to be successful. Another, do not write what the people like. Write only what you think is necessary and take a decision whether you want to write or not precisely. Follow your impulse. Make it good and communicable, and thereby you will increase your chances to become sometimes successful, but definitely original. Never forget that whatever idea which you are going to transcribe must have the proper scope, unity of action, conflict, crisis, character and truth. It must be either theatrical or cinematic, or above all, it should be something you know well. Then you will have a good start. Besides, check yourself the materials which make you interesting while writing. Something which has to interest or engage while we are writing. Any play about any subjects must have a structure. Structure makes the plot, storyline, sequence of events and incidents. The characters and actions in the real life are raw materials which may appear realistic or unrealistic structures. Of course, certain writers depend on some formula for their writing which is not bad. For thousands of years, writers have used formula for writing their powerful plays. Take, for example, the ancient tragedies, Greek comedies, the plays of Middle Ages, and French tragedies. All these great works have had formulas. We cannot forget that even the modern writing formula is so perceived and pervasive. Gifted writers, while writing, they may not even remember the formula, but knowingly or unknowingly, it is trained into them. Formula, as such, has three basic qualities in the modern writings. Firstly, it relies on an established and predetermined plot structure. Secondly, formula relies more on the story that the character, and thirdly, it must have popularity amongst the audience as well. That means communication. Some typical audience are interested in story rather than the character. Character is usually holds a backseat in the story. But in modern theatre, characters are more important than the story, and formula is universally judged. The modern audience also enjoys the characters and dramatic actions and incidents. Formula is a detailed outline, a precise blueprint ingrained into our psyche by today, television and sometimes movies. To study formula, one should examine the structure of two very different works that both follow the same modern formula. To learn about the structure of formula, or any structure for that matter, begins by dividing the story into basic sections, beginning, middle, and here. And that is the end. Here we must identify and define when the beginning ends, the middle begins, the middle ends, and the end begins. In short, the best opening event would contain the essence of the story. What is a basic situation? It can be defined as a state of affairs as the play begins. Antagonist is the observer of action in the play. The disturbance
is an inciting incident that causes the opening balance and gets the main action rolling. In the case of play with formula, the protagonist makes major decisions which will result in conflict. Anyone can write a good beginning. Sometimes beginning is easy compared to middle and end, because we just get an idea and start. Conflict is the lifeblood of theatre, and complication is the unexpected obstacle. A play is different from all other storytelling art forms because of the crisis in the play. Crisis is the essence of theatre, and therefore drama is called the art of crisis. If crisis, there is a beginning of the beginning, end of the beginning, beginning of the middle, and end of the middle, and beginning of the end. In the essence of the climax of the play, all actions drive towards climax, where the antagonists are defeated. Climax does not have to be violent or horrible moment. It can be quite a subtle. After climax, I would bring back one of those old words, Aristotle, is catharsis. It is the final purging of the character's emotion, unpredictable, ending, and inevitable. It is a period of cleansing that hints at what the future might bring. There are many more. Indeed, today there are nearly as many non-linear, non-Aristotelian styles as there are writers who practice them. I don't want to say the kind of post-dramatic writings which have developed where the audience makes the script. And I think there were some really interesting tools which happened with certain different kinds of works which has happened, which has started from Heiner Muller after Bertolt Brecht, the kind of new writing which is post-dramatic, where drama has been encountered and drama has been seen that what is after drama, which talks about the rapture of theatre or the ages, what is essentially needed. Why is playwright writing a play? Why can't he come and simply perform the play by himself? Is something which post-dramatist has been asking. So we are into a stage like that, where it is like we are completely out of a non-Aristotelian cycle. This is one of the great delights of contemporary theatre. Probably Peter Brook, Grotowski, Pina Bosch, Robert Wilson, Rodin Monk, Annie Bogart, Gustav Klimt, Richard Foreman, and theatre de complicity. In India, there are many directors who have been devising and making theatre today, like Anamika Haksar and many more, Radha Kapoor, Neela Mansingh. I'm talking about women directors who have been working, and many others create a theatre that is entirely their own. They owe very little to their predecessors or even to each other, or they have synthesized so many various traditions as to have created their own. They are precisely asking questions which have not been asked for ages, probably patriarchy, probably gender, probably there are many other things which have been asked there. In non-linear drama, we are not dealing with an established group of conventions that happen to differ from another. Already established, we are dealing instead with an ever array of theatre ideas that burst into a seemingly endless characters. But even for those writers who are interested in non-linear theatre, it is still useful to study what might be called the classic ideas of theatre. In the worlds of painting and music, students take for granted that one must first study the classic forms before one can begin to develop one's own iconoclasm. This same principle is also true, or should be, in theatre. I hope this course will take you through a sensible, lucid, thorough, and tremendously helpful journey into the always mysterious realities of script writing. Thank you. ഡോക്ടർ വയല വാസുദേവപിള്ളയുടെ ശിഷ്യരിൽ ഒരാളായ ഡോക്ടർ എം പ്രദീപനാണ് കോഴ്സ് കോർഡിനേറ്റർ. കോഴ്സിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ പ്രദീപിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യനായ ശംഭുദാസ, ശ്യാംപ്രസാദ് സാർ, അഭിലാഷ്, ശ്രീധരമണൻ, കെ വി ഗണേഷ്, പ്രശസ്തരും ഈ സെൻ്ററുമായിട്ട് ബന്ധമുള്ള ധാരാളം ആളുകൾ ഇവിടെ സന്നിഹിതരാണ്. ഇന്നിവിടെ ഈ ഒരു സെഷൻ തന്നെ ഈ കോഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ളതും കൂടി ആ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നിപ്പം അഭിലാഷേട്ടൻ അവതരിപ്പിക്കുന്ന കോഴ്സിൻ്റെ ഒരു സമീപനം, അതുപോലെ ശ്യാംപ്രസാദ് സാർ അവതരിപ്പിച്ച മാറിയ കാലത്തിൻ്റെ ഒരു സിനിമയെ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ തിരക്കഥയെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ എങ്ങനെ പഠിക്കണം എന്നൊരു മാറിയ കാലത്ത് എന്നുള്ള ഒരു ചിന്തകൾ ഇവിടെ മുന്നോട്ട് വെച്ചു. തീർച്ചയായിട്ടും ഇത്തരം ചിന്തകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു
കോഴ്സ് സിലബസ് തന്നെയാണ് രൂപപ്പെട്ടു വരുന്നത്. അത്തരം ഒരു സിലബസ് രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ പുതിയ ഒരു കാലത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെ ആയിരിക്കണം നമുക്ക് രൂപപ്പെടേണ്ടത്. പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ നാളിതുവരെ ഉള്ളതിൽ നിന്ന് നമുക്ക് ഈ കാലത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം. ഇന്നിവിടെ വിശ്വപ്രസിദ്ധനായിട്ടുള്ള സിനിമാക്കാരൻ, അദ്ദേഹത്തിൻ്റെ മരണാന്തരം ഇന്നിപ്പം ഷൺമുഖദാസ് സാർ പലപ്പോഴും പറയും, ഒരു അടിയന്തരം കഴിഞ്ഞ് എനിക്ക് തിരക്ക് ഒഴിഞ്ഞിട്ടില്ല, അടിയന്തരം കഴിഞ്ഞേ ഉള്ളൂ, എൻ്റെ തിരക്ക് മാറിയിട്ടില്ല. അപ്പോൾ സാറ് എപ്പോഴും കാണുമ്പോൾ ചോദിക്കും, ആരുടെ അടിയന്തരമാണെന്ന് അറിയാവോ എന്ന് സാറ് ചോദിക്കും. അപ്പോൾ സാർ ആ അടിയന്തരത്തെ തുടർന്നുള്ള അതിൻ്റെ കർമ്മങ്ങളിലാണ്, ഗോദാവരിൻ്റെ മരണാനന്തരമുള്ള ചടങ്ങുകളിലാണ് സാർ. അപ്പോൾ സാറ് കേരളം മുഴുവൻ നടന്നുകൊണ്ട് അതിൻ്റെ ആ ചടങ്ങുകൾ, അതിൻ്റെ സ്മരണകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഗോദാവരിൻ്റെ സിനിമ നമ്മൾ കാണിച്ചു, ഗോദാവരിൻ്റെ വിവറെ സതി. അപ്പൊ ആ സിനിമയുടെ അവസാനം അതിലെ ഒരു പ്രധാന കഥാപാത്രവും ഒരു ഫിലോസഫറും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. അപ്പൊ അതിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നുണ്ട്, പ്രണയം, ജീവിതം, സത്യം, ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ അഭിലാഷേട്ടൻ ഈ കൺസെപ്റ്റ് അവതരിപ്പിച്ചുകൊണ്ടും ഒരു റൈറ്റർ, തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്തായിരിക്കണം. അപ്പൊ അതിനകത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് വായിച്ചു പോയപ്പോഴത്തേക്ക് അതിൽ എനിക്ക് കിട്ടിയത് ജീവിതത്തിന്റെ വ്യാഖ്യാതാവാണ് എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ. അതുപോലെ തന്നെ എഴുത്തുകാരനും ടെക്നിക്കും, എഴുത്തുകാരനും സർഗാത്മകതയും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിപ്പിച്ചാൽ അത് പഠിക്കുന്നതാണോ? അപ്പൊ അത് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇത്രയും കാലം നാടകത്തിലും മിനി സ്ക്രീനിലും അതുപോലെ തന്നെ ചലച്ചിത്രത്തിലും എല്ലാ രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംവിധായകൻ ശ്യാമപ്രസാദും ആ ഒരു ആശങ്കകൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പങ്കുവച്ചത്. ഇവിടെ ഇത്തരം ആശങ്കകളെയും ഇത്തരം മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരിക്കും മുന്നോട്ട് വയ്ക്കുക. ഇവിടെ വാരാന്ത്യത്തിൽ മാത്രമായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ. 10 മുതൽ വൈകിട്ട് 5 വരെ ആയിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ മുതലൊരു ഉച്ചവരെയുള്ള ഒരു സെഷൻ തീർച്ചയായിട്ടും ലോക സിനിമകളും ഈ സിലബസിനകത്തുള്ള സിനിമകളൊക്കെ കാണുകയും അത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെയും സിനിമയെ അപ്രിസിയേഷൻ നടത്തുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു രീതിയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം വിസിറ്റിംഗ് ഗസ്റ്റ് ഫാക്കൽറ്റീസിന്റെ ഈ സിനിമ ഇൻഡസ്ട്രിയിലും സിനിമയുടെ ഒരു ക്രിയേറ്റിവിറ്റി ആ രംഗത്തൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ക്ലാസ്സുകൾ 2 തൊട്ട് 5 വരെയുള്ള സമയം ഈ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ധാരാളം ഫാക്കൽറ്റീസ് ആവാൻ സാധ്യതയുള്ള ആളുകളുടെ ഒക്കെ പേരുകളൊക്കെ സാറുമായിട്ട് ഇങ്ങനെ ചേർന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ളവരും ഒക്കെ ഇന്ത്യക്ക് പുറത്തുള്ളവരും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ടും ഒക്കെ പങ്കെടുക്കാവുന്ന പല രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിലുള്ള പലരും നമ്മളോട് സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കലവൂർ രഘുകുമാർ സാറ്, അതുപോലെ CS വെങ്കടേശൻ, സുദേവൻ, തിരക്കഥ മാത്രമല്ല, നാടകം മാത്രമല്ല, മറ്റ് ക്രിയേറ്റീവ് രംഗത്ത് നിൽക്കുന്നു, അതുപോലെ തിരക്കഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സന്തോഷ് എച്ചിക്കാൻ, അതുപോലെ തൃശ്ശൂർ അവൈലബിൾ ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, KB വേണു, അതുപോലെ ചില ആളുകൾ മാത്രം. അതുപോലെ തിയേറ്ററിന്റെ രംഗത്തുള്ള പ്രൊഫസർ ജി കുമാർ വർമ്മ, ടി എബ്രഹാം, CL ജോസ്, ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയൊരു നിര. അതുപോലെ സിനിമാ രംഗത്തുള്ള തിരക്കഥാകൃത്തുക്കളും സംവിധായകരും ഒക്കെ നമുക്ക് ഇന്ററാക്ഷനും ഒക്കെ സാധ്യമാകുന്ന വിധത്തിൽ. അതോടൊപ്പം വയലാർ സാറിന്റെ സ്ഥാപനമാകുമ്പോഴത്തേക്കും സാറിന്റെ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ ശ്യാമപ്രസാദിനെ പോലെ ധാരാളം ആളുകൾ തിരക്കഥ മേഖലയിലും സംവിധാന മേഖലയിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നാടക രംഗത്തുമുണ്ട്. ഇവരൊക്കെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് ധാരാളം റിസോഴ്സ് പേഴ്സൺമാർക്ക് സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ കോഴ്സ് തിരക്കഥ മാത്രമല്ല, അഥവാ നാടകരചന മാത്രമല്ല,
തിരക്കഥയും നാടകരചനയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിൽ ഇതിനെ സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് തിര നാടകം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആണോ അതിന്റെ പരിഭാഷ എന്നൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്കും വരാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തിര അതിനകത്ത് രണ്ടും ഉണ്ട്. സിനിമയുടെ സ്ക്രിപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നാടകത്തിന്റെ സ്ക്രിപ്റ്റും ആ സ്ക്രീൻ പ്ലേ എന്നുള്ളതിനകത്ത് തന്നെ അടങ്ങിയിരിക്കും. സ്വാഭാവികമായിട്ടും പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ടെക്നോളജിയുടെ കാലത്തെ ഒരു മാധ്യമമാണ് സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ നാടകത്തിന്റെ കൃതികളെയൊക്കെ അവലംബിച്ചാണ് ആദ്യം അഥവാ സിനിമ തുടങ്ങിയതെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് നാടകരചനയുടെയും നാടകകൃതിയുടെയും ഒക്കെ സങ്കേതങ്ങളൊക്കെ വിട്ട് വളരെ സ്വതന്ത്രമായ ഒരു കലാരൂപമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു അടിത്തറ എന്ന നിലയിൽ നാടകരചനയുടെ സങ്കേതങ്ങൾ പലതും അതിൻ്റെ ബേസിക്സ് അടിത്തറകൾ പലതും തിരക്കഥാരചനയിലും അതിൻ്റെ ഭാഗമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ ഇതിന് കണക്ഷൻസ് ഉണ്ട്. ഈ സ്ക്രീൻ പ്ലേ തിരനാടകം എന്നുള്ള അതിനകത്ത് തന്നെ ആ ഒരു സാധ്യതകൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കോഴ്സ് തിരക്കഥയും നാടകരചനയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പൊ എല്ലാവരുടെയും ക്രിയേറ്റീവായിട്ട് ഈ കോഴ്സിന്റെ കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഇവിടെ ഇതിനകം പല അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ള സുഹൃത്തുക്കളും അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചാൽ അതിനെല്ലാം കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് അടുത്ത ഒരു ക്ലാസ്സിന് മുൻപായിട്ട് തന്നെ രൂപപ്പെടുത്തുന്നതാണ്. ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താണ് ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു, കൃതജ്ഞത അറിയിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പുതുതായി വന്നിട്ടുള്ള ഒരു കോഴ്സ് കോർഡിനേറ്റർ എന്ന നിലയിൽ പുതുതായി ഈ കോഴ്സിൽ ചേരാൻ വന്നിട്ടുള്ളവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ കോഴ്സിന്റെ ഡയറക്ടർ സത്യത്രയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫിപ്രസി അവാർഡ് ജേതാവ് കൂടിയാണ് പ്രൊഫസർ ഐ ഷൺമുഖദാസ്. ഈ സദസ് ഈ വേദി സാറിനെ അനുമോദിക്കണം എന്ന് ഞാൻ താങ്ക് യു. നന്ദി പറയുവാനായി ഡോക്ടർ മഞ്ജുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മൾ ഇന്ന് ധന്യമായൊരു സായാഹ്നത്തിലാണ്. എന്തായാലും വയല കൾച്ചറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ഒരു പുതിയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. ഒട്ടനവധി പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ ഒരു വർഷം സാധിക്കുമെന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണമാണ് 2-3 പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാഗൽഭ്യമേറിയ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഞാൻ ഒരു മലയാളം അധ്യാപികയാണ്. അപ്പൊ എൻ്റെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് തിരക്കഥയും നാടകവും എല്ലാം പഠിക്കാനുണ്ട്. ഈ ഘട്ടത്തില് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, അതിൽ കൃത്യമായ ധാരണ എന്തൊക്കെയാണ്, ഇത് ഓരോ കുട്ടിയിലും കൃത്യമായി ജനിച്ചു കഴിഞ്ഞാൽ വരും തലമുറ, അതായത് ഇപ്പോൾ ഇവിടെ ഈ കോഴ്സിന് വന്ന് ചേർന്നിരിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങളിൽ നിന്നും ഇനി ഒട്ടനവധി നല്ല നല്ല സിനിമ സംവിധായകരും സിനിമാ നിർമ്മാതാക്കളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ തിരക്കഥയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവ്യക്തമായ ഒരു ധാരണയാണ് പലപ്പോഴും പലർക്കും ഉള്ളത്. നാടകത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കൃത്യമായ ഒരു സ്ക്രിപ്റ്റ് പോലും ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ പറയാം. നാടകം രംഗത്ത് അവതരിപ്പിക്കുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും പലപ്പോഴും കാണാറില്ല. പുതിയ നാടകങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യകതയേറിയ ഒരു കാര്യമാണ് തോന്നിയത് കൊണ്ടാണ് 6 മാസ ദൈർഘ്യമുള്ള ഇങ്ങനെ ഒരു കോഴ്സ് സംഘടിപ്പിച്ചത്. അതിന് ഏറ്റവും സന്തോഷത്തോടെ നിൽക്കുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിക്കുക എന്ന കടമയാണ് എനിക്കുള്ളത്. വയല സാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ വത്സല ടീച്ചർ ചെയ്തു വരുന്നു. അതിനൊരു ഭാഗമാകാൻ ഇന്ന് ഇവിടെ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഏറ്റവും സന്തോഷത്തോടെ ഡോക്ടർ ശ്രീജിത്ത് രമണൻ സാറിനെ, നമ്മുടെ ഈ പരിപാടിയുടെ സെക്രട്ടറി കൂടിയായ, വയല കൾച്ചറൽ സെന്ററിന്റെ സെക്രട്ടറി കൂടിയായ
ഡോക്ടർ ശ്രീജിത്ത് രമൺ സാറിനെ സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഇനി ഈ കോഴ്സിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഇന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ഒരു പ്രഗത്ഭ വ്യക്തിത്വം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഷൺമുഖദാസ് സാർ തന്നെയാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ ഒരു അഭിമാനം കൂടിയാണ്. ചലച്ചിത്ര രംഗത്തെ സംബന്ധിച്ച്, ചലച്ചിത്ര ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ ഒരു രേഖയായി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചടങ്ങിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഏറ്റവും ആദരവോടെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ശ്യാമപ്രസാദ് സാർ തന്നെയാണ്. കാലഘട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഒട്ടനവധി പുതിയ കൃതികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിന്റെ മാറ്റം, ഇപ്പൊ നേരത്തെ സാർ സൂചിപ്പിച്ച ഒരു കാര്യം, ഇന്ന് എല്ലാവരും ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിദ്യാലയത്തിലെ ഓരോ കുട്ടിയും അവന്റെ മൊബൈലിൽ ഒരു ചിത്രം പകർത്തിയിരിക്കും, ഒരു സിനിമ നിർമ്മിച്ചിരിക്കും. അവന്റെ കൗതുകങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു സിനിമയുടെ കൗതുകത്തിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ കാലഘട്ടത്തിന്റെ അനിവാര്യത അനുസരിച്ച് ഓരോ ഘട്ടത്തിനും ആവശ്യകത അനുസരിച്ച് ചില സൃഷ്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിന്റെ ആ മാറ്റങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും വിലപ്പെട്ട വാക്കുകളിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ഏറ്റവും സ്നേഹനിധിയായ ശ്യാമപ്രസാദ് സാറിനെ ഏറ്റവും നന്ദിയോടെ. അടുത്തത് അഭിലാഷ് പിള്ള സാറാണ്. സാറിനെ സംബന്ധിച്ച് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ വന്ന ഉടനെ തന്നെ വയലാ സാറിനെ കാണാനായി ഓടി ഇവിടെ എത്തുന്നു. സാറിന്റെ സാന്നിധ്യം, നിറസാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഓടി ഇവിടെ എത്തുകയും നമ്മുടെ വയലാ കൾച്ചറൽ സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുകയും ചെയ്ത ഏറ്റവും ബഹുമാന്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഈ പുതിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചയോടെ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടി ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തെ നന്ദി അറിയിക്കുന്നു. ഇനി ഈ കോഴ്സ്, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, കാരണം 1-2 ദിവസങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു പ്രവർത്തനമല്ല, ഒരുപാട് നാളുകളായി ഇത് സ്വരുക്കൂട്ടി വെച്ച് എങ്ങനെ വേണം, എത്തരത്തിൽ ഇതിനെ പുറത്തെത്തിക്കണം എന്നൊരു ധാരണ രൂപപ്പെടുത്തിയത് നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ എം പ്രദീപൻ സാറാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും ഈ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുകയും ഓരോ പ്രവർത്തനത്തിനും ഇന്ന് ഈ നേരം വരെ അതിന്റെ പുതിയ പുതിയ സങ്കേതങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ എത്തുന്നവർക്ക് ഈ കോഴ്സിൽ ഏറ്റവും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സ് തയ്യാറാക്കി നൽകണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പൊ ഏറ്റവും സ്നേഹത്തോടെ കോഴ്സിനെ പരിചയപ്പെടുത്തിയ ഡോക്ടർ എം പ്രദീപനെ സ്നേഹപൂർവ്വം നന്ദി. ഇന്ന് ഇവിടെ നിങ്ങളോട് ഇന്നത്തെ ഈ പരിപാടി കമ്പയർ ചെയ്തത് നമ്മുടെ കൂടെ ഇരിക്കുന്ന വിദ്യയാണ്. വിദ്യയും ഇതിന്റെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്നവരാണ്. അതുകൂടാതെ തന്നെ ഈ വയലാ സാറിന്റെ എല്ലാ കാര്യങ്ങൾക്കും, ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പവുമായി എപ്പോഴും ഓടി വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നാടക സ്നേഹികളായിട്ടുള്ള, സാമൂഹ്യ സ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനി ഏറ്റവും വലിയ നന്ദി അറിയിക്കാനുള്ളത് ഇന്ന് ഈ കോഴ്സിന് എത്തിച്ചേർന്ന മുഖങ്ങളിലേക്കാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ ഒരു കനൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ചാരം മൂടി കിടക്കുന്ന ആ കനലിനെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിന്നും പുറത്തു പോകുമ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. ഞാൻ 2011 ഒരു തിരക്കഥയുടെ ചെറിയൊരു ഒന്നും അറിയാതെ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സാധനം 2011 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അത് അവിടെ എങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു ഭാഗമായി നിൽക്കുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ എനിക്കും കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ വിലപ്പെട്ട സമയം. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ 6 മാസക്കാലം എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും ചെലവാക്കാൻ സമയമില്ലാത്ത മനുഷ്യർ 6 മാസക്കാലം ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമാവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടകരായി നിന്ന ഓഫീസ് പ്രവർത്തകരുണ്ട്, ഇവിടെ മറ്റുള്ള എല്ലാ ആളുകളും, ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളവരുണ്ട്, ഇതിന് ഭാഗവാക്കായി നിന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിർത്തട്ടെ.